Welcome to Vimalagiri International School, Muvatupura. Admissions are now open for the academic year 2026-2027. ആഗോള മൂവാറ്റുപുഴക്കാരുടെ സംഘടനയായ നമ്മുടെ മൂവാറ്റുപുഴ കൗൺസിലിന്റെ 7ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ കബനി പാലസ് ഹോട്ടലിൽ സംഘടിപ്പിച്ച യോഗത്തിൽ എൽദോ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ ജില്ലയ്ക്കായി മൂവാറ്റുപുഴയെ സ്നേഹിക്കുന്ന ആഗോള മൂവാറ്റുപുഴക്കാരുടെ സംഘടനയായ നമ്മുടെ മൂവാറ്റുപുഴ കൗൺസിലിന്റെ 7ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ കബനി പാലസ് ഹോട്ടലിൽ സംഘടിപ്പിച്ച യോഗത്തിൽ എൽദോ ബാബു വട്ടക്കാവൻ അധ്യക്ഷത വഹിച്ചു. പബ്ലിക് സേവനങ്ങൾ ആർക്കും അറിയാത്ത അവസ്ഥയുണ്ട്. മൂവാറ്റുപുഴത്തെ സർക്കാർ ഓഫീസുകൾ ബന്ധപ്പെട്ട് എന്തൊക്കെ സേവനം നടക്കാൻ പറ്റും, മൂവാറ്റുപുഴ ഏതൊക്കെ സർക്കാർ ഓഫീസുകളുണ്ട്, അങ്ങനെയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ അതിൻ്റെ പേപ്പർ നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ പോസ്റ്റേഴ്സ് നമ്മൾ പുറത്തുവിടും പബ്ലിക്കിന് വേണ്ടി. ആ തരത്തിലുള്ള ഇതുണ്ടാവും. നമ്മുടെ മൂവാറ്റുപുഴ ഗ്രൂപ്പിൽ ഇനിയും നിരവധി മേഖലയിലുള്ള ആളുകളെ ചേർക്കാറുണ്ട്. ഈ ഗ്രൂപ്പിൽ നിരവധി മേഖലയിലുള്ള മറ്റ് പല മേഖലയിലുള്ള ആളുകളെ ഈ ഗ്രൂപ്പിൽ ചേർക്കാറുണ്ട്. ചേർക്കുകയും അതൊരു ഗ്രൂപ്പ് കൃത്യമായി കൂടികരണം ഉണ്ടാവും. ഇതില്ലാത്ത ആവശ്യമില്ലാത്ത ആളുകൾ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും. അതായത് ഒരു മാനദണ്ഡവും ഇല്ലാതെ ഗ്രൂപ്പിൽ നിൽക്കുന്ന പല ആളുകളുണ്ട്. അതിനകത്ത് കൃത്യമായി പങ്കാളിത്തം ഉണ്ടാവും. അത് രാഷ്ട്രീയ, മത, ജാതി ഇതൊക്കെ കൃത്യമായി ക്രോഡീകരിച്ച് എല്ലാ സംഘടനകൾക്കും കൃത്യമായി പങ്കാളിത്തം കൊണ്ടുണ്ടാവുന്ന സ്വഭാവമായിരിക്കും. നമ്മൾ മെമ്പർഷിപ്പ് ഇല്ലാത്തവർക്കും മെമ്പർഷിപ്പ് ഉള്ളവർക്കും ഗ്രൂപ്പിൽ അംഗത്വം ഉണ്ടാവും. സെക്രട്ടറി ജെയിംസ് മാത്യു, കമ്മിറ്റി മെമ്പർമാരായ PA അബ്ദുൾ സമദ്, CR രാജീവ് നായർ എന്നിവർ പ്രസംഗിച്ചു. 2ാമത് നമ്മുടെ മൂവാറ്റുപുഴ പുരസ്കാരം സബൈൻ ഹോസ്പിറ്റൽ സ്ഥാപകനും MD-യുമായ ഡോക്ടർ സബൈന് ജനുവരി മാസത്തിൽ നൽകും. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ കീഴിൽ സെക്ഷൻ 8 കമ്പനി NGO ആയിട്ടാണ് നമ്മുടെ മൂവാറ്റുപുഴ കൗൺസിൽ രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.